ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സംവിധായകൻ ബഹുമാനപ്പെട്ട ശ്രീ സജീവ് കിളികുളം അവരുടെ ക്ഷണിക്കുന്നു. ഞാൻ വാക്കുകൾ അവസാനിക്കും. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹ സൗഹാർദ്ദം. അതുപോലെ വേദിയിൽ നമ്മുടെ ക്ഷമ സ്വീകരിച്ചിട്ടുള്ള ബഹുമാന്യനായ സംവിധായകൻ വിനയൻ സാർ, അതുപോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം വെൽഫെയറിൻ്റെ ചെയർമാൻ, അതുപോലെ നിഷി ഗോവിന്ദ്, മറ്റെല്ലാവരെയും പറഞ്ഞില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം, സ്നേഹസംഭാവനകൾ. ഇവിടെ വിനയൻ സാറ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സിനിമ റിലീസ് ചെയ്യുന്ന, രുദ്രാജ സിനിമ റിലീസ് ചെയ്യുന്ന തീയതി അദ്ദേഹം പ്രഖ്യാപിക്കും. അപ്പോൾ ആരാധ്യനായ വിനയൻ സാറെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി ആദരവോടും ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഈ പരിപാടിയിൽ എന്നെ ഐവലം സാജൻ എൻ്റെ പഴയ സുഹൃത്താണ്. ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലം വിളിച്ചു. എനിക്കൊന്നൊരു ഡേറ്റ് എന്തോ മാറി അന്ന് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മാറ്റിവെച്ച ഡേറ്റ് ഇല്ലാതെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പക്ഷേ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു സിനിമകളുടെ പരിപാടികൾക്ക് പോകാൻ കഴിയും. കാരണം ഒരേ ലൈഫിലേക്ക് ഇരിക്കുന്ന വലിയ സിനിമാക്കാരോ താരങ്ങളോ സംവിധായകരോ ഇത്തരം പരിപാടികൾക്ക് ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് കൂട്ടുള്ള കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു പാഷനാണ്. ഓരോരുത്തരുടെ ചെറിയവരാണ് പിന്നെ വലിയ ആൾക്കാരായിട്ട് മാറുന്നത്. സജീവ് കിളികുളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക കലയോടുള്ള അതിനോട് അടങ്ങാത്ത ആ പാഷനും ആവേശവും മുന്നോട്ട് പോകട്ടെ. നല്ലൊരു പേര് ഉണ്ടാകട്ടെ സജീവിന്. നാളെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയാം ഈ ജീവിതത്തിലെ മനസ്സിൽ നിഷേധിക്കാൻ പറ്റാത്ത ത്വരയുമായിട്ട് ഫയറുമായിട്ടെന്ന് വേണേൽ പറയാം. അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആ ഫയറിനൊരു പ്രതിഫലം കിട്ടുമെന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. മാറട്ടെ. അതിൽ അഭിനയിച്ചവർക്കും എല്ലാവർക്കും അതിൻ്റെതായ ഗുണം കിട്ടട്ടെ. ഇതിൻ്റെ റിലീസ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനുവരി 16 ജനുവരി 16 ചിത്രം തിയേറ്ററിലെത്തുമ്പോൾ കാണാനായിട്ട് നിങ്ങൾ മാക്സിമം ഇതിനുള്ള ഓൺലൈനിലൊക്കെയുള്ള പബ്ലിസിറ്റി. ഇപ്പോൾ ഒരു ഗുണമുള്ളത് ഈ ചെറിയ സിനിമകൾക്ക് ഈ ഹോർഡിങ്ങോ അല്ലെങ്കിൽ പരസ്യമോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓൺലൈനിനകത്ത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. ഇങ്ങനെ ചിത്രം വരുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് കാണാൻ ഉള്ള മനസ്സുണ്ടാകട്ടെ. തീർച്ചയായിട്ടും സജീവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുഗ്രഹമായി തീരട്ടെ. ചിത്രമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സംസാരിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ വിശിഷ്ടങ്ങളെ എല്ലാ മാധ്യമങ്ങളും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രുദ്രാജ സിനിമയെ കുറിച്ച് ഒരുപാടൊന്നും പറയാൻ എനിക്കില്ല. ബിക്കോസ് പറയേണ്ടത് ഡയറക്ടറാണ്. രുദ്രാജ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. മുൻപ് കാലങ്ങളിൽ നമ്മൾ സജീവ് കിളികുളം സാറിൻ്റെ സിനിമകളെല്ലാം കണ്ടിരിക്കുന്നത് സ്ത്രീപക്ഷ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് അദ്ദേഹം വിളിച്ച സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വന്നതും അഭിനയിച്ചതും. പിന്നെ ഇപ്പൊ വിനയൻ സാർ പറയണ്ടേ പാഷനാണ്. അബ്സല്യൂട്ട്ലി അത് കറക്റ്റാണ്. ആ ഒരു പാഷൻ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി തന്നെ ഈ ഒരു സിനിമ കൊണ്ട് ചെയ്യാൻ സാധിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് വിട്ടു നിൽക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് തന്നെ ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെയൊരു അവസരം, അതും ഒരു സ്ത്രീപക്ഷ സിനിമ, ഒരു കഥാപാത്രം, ഒരു ശക്തമായ കഥാപാത്രം കിട്ടിയപ്പോൾ അത് ചെയ്യാമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ജോലിയുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആ പാഷൻ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വന്ന് ചെയ്യുകയായിരുന്നു. അത് വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചതിന്റെ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് എനിക്ക് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അദ്ദേഹം നന്നായിട്ട് ആ ഒരു ഗൈഡ് എനിക്ക് തന്നത് കൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഷൂട്ടിങ് കൂടുതലായിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് പിണറായിലായിരുന്നു. നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെ നാട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പം അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ജനങ്ങളും എല്ലാം തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇതിനു മുമ്പേ നമ്മൾ തിരുവനന്തപുരം പ്രസ് മീറ്റ് നടത്തി, അതുകൂടാതെ 2 മീഡിയ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിരുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിനയൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനുവരി 16 രുദ്രയുടെ റിലീസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്നും, കൂടാതെ ഞങ്ങളുടെ ഈ സിനിമയെ കൊച്ചു സിനിമ എന്ന് പറയാൻ പാടില്ല, എന്നാലും ഒരു പക്വമായിട്ടുള്ള നല്ലൊരു സിനിമ, ആ സിനിമയെ എല്ലാവരും വിജയിപ്പിക്കണമെന്ന് എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരും ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. വേദിയിലിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും സർവീസുള്ള എല്ലാവർക്കും നമസ്കാരം. എല്ലാ സ്ഥാനവും നല്ല രീതിയിൽ ഈ പടം മലയാള സിനിമയെ ആദരണീയനായ നിങ്ങളുടെ സംവിധായകനായ സജീവൻ സാറ്, അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരരായ മാധ്യമപ്രവർത്തകരെയും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ നടത്തിയ ഈ പ്രൗഢമായ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ചിത്രത്തിന് മുഖ്യമായ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് അവസരം വരുന്നു. ആദ്യമായി ഞാൻ സംവിധായകൻ സജീവ് കിളികൾ സാറിന് നന്ദി അറിയിക്കുന്നു. ചിത്രത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംവിധായകൻ സംസാരിച്ചു വരുന്നു, എല്ലാവരും സംസാരിച്ചു വരുന്നു. അപ്പൊ ജനുവരി 14 ചിത്രം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. സിനിമ വലിയ വിജയമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. என் பேர் நிவேதா, சென்னையில் வந்திருக்கேன். மறுபடி உனக்கு அந்த மூவியில் ஆக்ட் பண்ணியிருக்கேன். மூவி நெக்ஸ்ட் மந்த் ரிலீஸ் ஆகுது. சச்சிவ் சார் ருத்ரா மூவி டேரக்டர். ட்ரைலர் பார்த்தேன், சூப்பராக இருக்குது. ஸ்க்ரீன் பிளே நல்லா பண்ணியிருக்காரு சார். உங்கள் என்டையர் டீமுக்கு என்னோட வாழ்த்துக்களை தெரிவிச்சுக்கிறேன். படம் 100 days ஓடணும், அதனால் கேட்டுக்கிறேன். தேங்க்யூ சார், தேங்க்யூ ஸோ மச். என்டையர் டீமுக்கு என்னோட வாழ்த்து தெரிவிச்சுக்கிறேன். ஸ்பீச்சை வந்து குறைவாக முடிச்சுக்கிறேன். இந்த சஞ்சீவ் சார், நீங்கள் சஞ்சீவ் சார், முதல்ல வந்து அவருக்கு என் மனமார்ந்த வாழ்த்துக்கள். ஏன்னா ஒரு அற்புதமான படைப்பு ருத்ரா. அந்த ருத்ரான்ற படைப்பை அவர் கதை
வசனம், டைரக்ஷன் மட்டும் இல்லாம அந்த படத்துல உள்ள மியூசிக், அந்த மியூசிக், அந்த படம் பார்க்கும்போது, நான் படம் பார்த்துருக்கேன் ட்ரெயிலர், இந்த படத்தை வந்து பார்க்கும்போது எனக்கு நல்ல ஒரு 2 மணி நேரம் அவருக்கு என்டர்டைன்மெண்ட் ஆன ஒரு அற்புதமான கதையை சொல்லியிருக்கார். இந்த படம் கண்டிப்பா கேரளா இண்டஸ்ட்ரி மட்டும் இல்லாம தமிழ்லையும் இந்த படம் டப் பண்ணி நாங்கள் ரிலீஸ் பண்ணுறதுக்காக ஏற்பாடு செய்ய போகிறோம். அவ்வளோ அற்புதமான படைப்பு. அவருடைய படைப்பு மேலும் மேலும் திரையுலகத்துக்கு தேவை. கேரளா மட்டுமல்லாமல் தமிழ் உலகத்துக்கும் தமிழ் இண்டஸ்ட்ரிக்கும் நம்ம சஞ்சீவ் கிளிவன் வரணும். நம்ம தென்னிந்திய திரைப்பட தொழிலாளர் சங்கம் கண்டிப்பாக வந்து அவருக்கு முழு ஒத்துழைப்பு கொடுக்கும், முழு சப்போர்ட் பண்ணும். ഇതിലൂടെ ഒരു ദേശത്തിന്റെ കഥയാണ് പറയുന്നത്. പക്ഷെ ദേശത്തിന്റെ കഥ പറയുന്നത് രുദ്ര എന്ന കഥാപാത്രത്തിന് വരും. രുദ്ര എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നിഷി ഗോവിന്ദൻ. കഥയുടെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ദുരന്തത്തിന്, പ്രകൃതി ദുരന്തത്തിന് ഇരയായ കുറച്ച് പേര് അവിടുന്ന് പലായനം ചെയ്ത് മനോഹരമായ ഒരു പുഴയുടെ തീരത്തേക്ക് എത്തുന്നു. അപ്പൊ അതിലെ കലങ്ങി മറിഞ്ഞ് ചെളിവെള്ളവും വെള്ളമാണ്, മണ്ണാണ്. അതേസമയം മനോഹരമായ പുഴയോരത്തെ പുഴയിലെ വെള്ളവും പുഴയാണ്. അവിടെയും തീരമാണ്, ഇവിടെയും തീരമാണ്. ഈ 2 തീരങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ. അതുപോലെ ഈ ഒരു ദേശത്തെത്തിയതിനു ശേഷം ഇവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രകൃതിയിൽ നിന്നും അതുപോലെ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില വേദനകൾ. ഈ വേദനകൾ എങ്ങനെ തരണം ചെയ്യും? അപ്പം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് നഷ്ടമാവുകയും കുടുംബം തന്നെ ശൂന്യമായി പോകുമ്പോൾ രക്തബന്ധങ്ങളല്ലാത്തവര് രക്തബന്ധങ്ങളെക്കാട്ടും കൂടുതൽ ഒരുമിച്ച് ചേരുന്ന ഒരു സവിശേഷതയുണ്ട്. പലപ്പോഴും നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പരസ്പരം രക്തബന്ധുക്കളല്ലെങ്കിലും ഒന്നിച്ചു ചേരുന്ന ഇവർ പരസ്പരം രക്ഷിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെയായി മാറുന്നു. ഇവരുടെ ഇടയിലേക്ക് വരുന്ന ചില ദുരന്തങ്ങൾ, അത് മാത്രമല്ല ചില ഗോത്രങ്ങൾക്കിടയിലുള്ള ഒരു വേദനാജനകമായ കാര്യമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം. നമ്മൾ അരിവാൾ രോഗം എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ഒരു ജനിതക രോഗമാണ് ഈ സിക്കിൾ സെൽ അനീമിയ. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അപ്പം ഇവർ സ്വീകരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിതക ഘടന മാറുവാൻ ഒരിക്കലും മാറ്റാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മറ്റ് പരിവർത്തനങ്ങൾ മറ്റു വഴിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. വൈകാരിക അനുഭവങ്ങൾ. പൊതുവെ നമ്മൾ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഥ പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം സ്ത്രീ മനസ്സാണ്. ഒരുപാട് വൈകാരികമായ തലങ്ങളിലൂടെ എഴുത്തുകാരന് അല്ലെ ചരിത്രകാരന് കടന്നു പോകാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ സ്ത്രീ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ രുദ്ര എന്ന് പറയുന്ന സിനിമ ഒരു സ്ത്രീ മനസ്സിലൂടെയാണ് പറയുന്നത്. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് വർണ്ണിച്ച് പറയുന്നില്ല. ഗാനങ്ങളുണ്ട്, അതേപോലെ തന്നെ സംഘർഷാത്മകമായ രംഗങ്ങളുണ്ട്, ആനന്ദവും എല്ലാം കൂടി